കൊച്ചിയിലെ PF ഓഫീസിൽ വിഷം കഴിച്ചയാൾ മരിച്ചു. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമനാണ് മരിച്ചത്. PF ലഭിക്കാത്തതിൽ മനം നൊന്ത് ഇന്നലെയാണ് ശിവരാമൻ വിഷം കഴിച്ചത്. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വിശദാംശങ്ങളുമായി അശ്വതി ചേരുന്നു. അശ്വതി, എന്തൊക്കെയാണ് ഇതിന്റെ വിവരങ്ങൾ? ഇപ്പോൾ ആശ്രം മെഡിസിറ്റിയിൽ, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലെ ആശ്രം മെഡിസിറ്റിയിലാണ് ഇപ്പോൾ ശിവരാമന്റെ മൃതദേഹം ഉള്ളത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം എന്തായാലും ഉണ്ടാകും. ഈ PF ഓഫീസിൽ കയറി ഇറങ്ങി ഇതുമായി ബന്ധപ്പെട്ടാണ്, അതായത് വിരമിക്കൽ ആനുകൂല്യം സംബന്ധിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് കൊച്ചിയിലെ PF റീജിയണൽ ഓഫീസിലാണ് ശിവരാമൻ എത്തിയത്. ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണ് ഇയാൾ വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിച്ചത്. ഇന്നലെയാണ് വിഷം കഴിച്ചത്. എന്തായാലും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് പുലർച്ചെയാണ് മരണം സംഭവിക്കുന്നത്. തൃശൂർ പേരാമ്പ്ര സ്വദേശിയാണ് ശിവരാമൻ. അജിംഷാദ്. തീർച്ചയായും ഈ PFുമായി ബന്ധപ്പെട്ട് ചുവപ്പ് നാടകൾ, റെഡ് ടേപ്പ് വല്ലാതെ നേരത്തെയും ആരോപണ വിധേയമായി വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ PFുമായി ബന്ധപ്പെട്ട ആനുകൂല്യങ്ങൾ, അതായത് ജീവിതകാലം മുഴുവൻ തൊഴിലിന് വേണ്ടി അധ്വാനിച്ച് വിയർപ്പൊഴുക്കിയവർക്ക് അവസാനം കിട്ടേണ്ട ആനുകൂല്യങ്ങളുടെ വിഷയത്തിലാണ് ഇത്തരത്തിൽ PF ഈ ചുവപ്പ് നാട കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രധാന വിഷയമായി വരുന്നത്. ഒരാൾക്ക് വിഷം കഴിച്ച് മരിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു PF ഓഫീസിനുള്ളിൽ. സ്വന്തമായി അധ്വാനിച്ച പണം അത് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ ആരുടെയും ഔദാര്യമല്ല. അങ്ങനെ ഒരു വലിയ വശം ഇവിടെയുണ്ട്. എന്താണ് ഈ ശിവരാമന്റെ വിഷയത്തിൽ സംഭവിച്ചത്? എന്തായിരുന്നു ശിവരാമന്റെ ആക്ഷേപം? ജിംഷാദ്, ഈ വിരമിക്കൽ ആനുകൂല്യം ലഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ കാലതാമസം ഉണ്ടായി എന്നതാണ് ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം. അതിലെ പേപ്പർ വർക്കുകൾ കൃത്യമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല എന്നതാണ് ഇതിൽ നമുക്ക് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇയാൾക്ക് PF ലഭിക്കുന്നത് വൈകുകയും അതിന്റെ ഒരു നിരാശ ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇതിനെ തുടർന്നാണ് അദ്ദേഹം തൃശൂർ സ്വദേശിയായി ഇദ്ദേഹം കൊച്ചിയിലെത്തി PF ഓഫീസിൽ വെച്ച് തന്നെ ഓഫീസിലെത്തുകയും അവിടെ നിന്നും വിഷം കഴിച്ച് ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്തത്. എന്തായാലും ഇന്ന് വെളുപ്പിന് മരണം സംഭവിച്ചിരിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങൾ ഈ വിഷയത്തിൽ എന്തായാലും തീർച്ചയായും ഉണ്ടാകും. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടില്ല. മറ്റ് ബന്ധുക്കളടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട്. അവരുടെ ഒരു പ്രതികരണങ്ങൾ കൂടി ലഭിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് ഈ വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ. തീർച്ചയായും അങ്ങനെ ഒരു പ്രതിസന്ധി കൂടിയുണ്ട്. കാരണം ഈ വിഷയത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട്, ആരുടെ വീഴ്ചയാണ്? കാരണം PFുമായി ബന്ധപ്പെട്ട്, പ്രോവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് ഇതൊക്കെ ഓൺലൈനായി സംവിധാനമാകുന്നതാണ്. നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പരാതി പല വിധത്തിലുമുള്ള ചുവപ്പ് നാടകൾ കുടുങ്ങുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളുടെ കാര്യത്തിലും ഉള്ള പ്രതിഷേധങ്ങൾ വലിയ അർത്ഥത്തിൽ മാധ്യമ ശ്രദ്ധ നേടുന്നു. പക്ഷേ PFും ഒക്കെയായി ബന്ധപ്പെട്ട് വരുന്ന വിഷയങ്ങളിൽ ഇത്തരത്തിൽ ഒരാളുടെ ജീവൻ പൊലിഞ്ഞിട്ടും അതിനൊരു മാധ്യമ ശ്രദ്ധ ആ അർത്ഥത്തിൽ കൊടുക്കുന്നില്ല എന്ന ആക്ഷേപം നേരത്തെ തന്നെ പല വിധത്തിലും തൊഴിലാളികളും മറ്റും ഉന്നയിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ കൂടിയാണ് കൊച്ചിയിലെ PF ഓഫീസിന് മുന്നിൽ ഒരാൾക്ക് ജീവൻ ഒടുക്കേണ്ട സാഹചര്യം വന്നത്. സ്വന്തം അധ്വാനിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരാളുടെ ജീവൻ പൊലിയുന്ന സാഹചര്യം. എന്താണ് ശിവരാമന് സംഭവിച്ചത്? എന്തായിരുന്നു ശിവരാമൻ്റെ ആക്ഷേപം? ഏത് തരത്തിലാണ് PF ഓഫീസ് അയാളോട്, പ്രോവിഡന്റ് ഫണ്ട് ഓഫീസ് അയാളോട് അപമര്യാദയായി പെരുമാറിയത്? അല്ലെങ്കിൽ അങ്ങനെ പെരുമാറിയിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിൽ അവഗണന ഉണ്ടായിട്ടുണ്ടോ? ഏതെങ്കിലും തരത്തിലുള്ള ചുവപ്പ് നാട ഉണ്ടായിട്ടുണ്ടോ? ഉദ്യോഗസ്ഥരുടെ പിടിപ്പുകേടോ അല്ലെങ്കിൽ അധികാരികളുടെയോ പ്രോവിഡന്റ് ഫണ്ടിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥയോ ഇത്തരത്തിൽ ഇയാളുടെ ജീവൻ പൊലിയുന്നതിലേക്ക് നയിച്ചിട്ടുണ്ടോ? ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. എന്തായാലും മരിച്ചത് തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ ശിവരാമനാണ്. ഇന്നലെയായിരുന്നു വിഷം കഴിച്ചത്. ഇന്നാണ് അദ്ദേഹം കൊച്ചിയിലെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടായത്. എട്ടി അശ്വതിയാണ് വിവരങ്ങൾ നൽകിയത്. ബന്ധുക്കളുമായി സംസാരിച്ച ശേഷം എന്തായിരുന്നു ശിവരാമൻ്റെ ആക്ഷേപം? എന്തൊക്കെയാണ് PF ഓഫീസിൽ നിന്ന് നേരിടേണ്ടി വന്ന അവഗണന? ഏതൊക്കെ വിഷയത്തിലാണ് ഈ ഒരു സംരംഭവുമായി ബന്ധപ്പെട്ട് ശിവരാമനെ ഏതൊക്കെ തരത്തിൽ PF ഓഫീസിന് സമീപിക്കേണ്ടി വന്നു? എന്തൊക്കെയാണ് PF ഓഫീസിൽ നിന്നും ശിവരാമന് നേരിടേണ്ടി വന്ന അവഗണന അവസ്ഥയും എന്നൊക്കെ ശ്രീ AM യൂസഫ്, പൊതുപ്രവർത്തകൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ യൂസഫ്, ഈ PF ഓഫീസുകളിൽ നിന്ന് ഇത്തരത്തിലൊരു ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നത്, പക്ഷേ ഓൺലൈൻ സംവിധാനങ്ങളൊക്കെ ആക്കി ഇത് വലിയ ക്രമീകരിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് കേന്ദ്ര സർക്കാരും മറ്റ് സംവിധാനങ്ങളും അവകാശപ്പെട്ടിരുന്നത്. എന്താണ് ഇപ്പോൾ ശിവരാമൻ എന്ന് പറയുന്ന ഒരു തൃശ്ശൂർ സ്വദേശിക്ക് ജീവൻ വെടിയേണ്ടി വരുന്നു? എന്താണ് ഇതിന്റെ സാഹചര്യം? നമസ്കാരം. എന്താ കാര്യം വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലെ വിവിധ വ്യവസായ സ്ഥാപനങ്ങളിലും അതുപോലെ സ്കൂളുകൾ, ഹോസ്പിറ്റലുകൾ, അങ്ങനെ ഒട്ടേറെ മേഖലയിൽ ദീർഘകാലം വിവിധ തസ്തികളിൽ ജോലിയെടുത്ത ആളുകളാണ്
EPF പെൻഷന് അർഹതപ്പെട്ടവർ. EPF പെൻഷൻ തൊഴിലാളികളുടെ കയ്യിൽ നിന്നും പിടിച്ചതിന്റെ പെർസെന്റേജ് അനുസരിച്ച് കൊടുത്താൽ പോലും 10,000 കണക്കിന് രൂപ കൊടുക്കേണ്ടി വരും. മിനിമം പെൻഷൻ 9,000 രൂപ ആക്കണമെന്ന് പറഞ്ഞുകൊണ്ടും ചികിത്സാ സൗകര്യം കിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ഡൽഹിയിൽ പോയി പാർലമെന്റ് മാർച്ചും EPF ഓഫീസിന് മുമ്പിലും സമരം നടത്തിയിട്ടുണ്ട്. EPF ഓഫീസിൽ ചെന്നപ്പോൾ അവർ പറയുന്നത് ആവശ്യമായ ജീവനക്കാരില്ല, എത്രയോ മണിക്കൂർ കാത്തു നിൽക്കണം, എത്രയോ ദിവസങ്ങൾ കാത്തു നിന്നിട്ടാണ് EPF ഓഫീസിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നടത്തി കിട്ടുന്നത്. ഞാൻ ആ സംഘടനയുടെ ജില്ലാ പ്രസിഡന്റാണ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം തന്നെ EPFന്റെ പെൻഷൻ കാലോചിതമായി പുതുക്കി നിശ്ചയിക്കണം, ചികിത്സാ സഹായം കിട്ടണം, ഓഫീസുകൾ ഫലപ്രദമായി പ്രവർത്തിക്കണം, ഓഫീസിൽ ആവശ്യമായ ജീവനക്കാർ വെക്കാത്തതുകൊണ്ട് ഈ വർക്ക് നടക്കുന്നില്ല. തികച്ചും അവഗണനയാണ് ഇത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലെ എല്ലാ EPF ഓഫീസുകളും ഇത്തരത്തിലാണ് നിലപാട് സ്വീകരിക്കുന്നത്. പക്ഷേ ഓഫീസുമായി ബന്ധപ്പെട്ട് ശ്രീ യൂസഫ്, നേരത്തെ ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിരുന്ന ഘട്ടത്തിലാണല്ലോ ഇതൊക്കെ ഓൺലൈൻ സംവിധാനങ്ങളാകുന്നത്. ഓൺലൈൻ രജിസ്റ്റർ ചെയ്താൽ ഇത്ര ദിവസത്തിനകം ഈ ഫണ്ട് നിങ്ങൾക്ക് ലഭിക്കും. പിന്നെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉള്ള അപേക്ഷകളൊക്കെ സുതാര്യമാക്കിയെന്നാണല്ലോ PF അവകാശപ്പെടുന്നത്, കേന്ദ്ര സർക്കാർ അവകാശപ്പെടുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ നടക്കുന്നില്ല അല്ലേ? എറണാകുളം ഓഫീസിലുള്ള ഉദ്യോഗസ്ഥന്മാരെ മാത്രം കുറ്റം പറഞ്ഞില്ല. ഇന്ത്യ ഗവൺമെന്റ് ഈ PFുമായി ബന്ധപ്പെട്ടുകൊണ്ട് EPFുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുക്കുന്ന സമീപനമാണ്. ആ സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ നിരാശ വന്ന് പലവരും ആത്മഹത്യ ചെയ്തില്ല. ആത്മഹത്യ ഒരു പ്രശ്നത്തിന് പരിഹാരമല്ല, എങ്കിലും അത്തരം ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. അതുകൊണ്ട് അടിയന്തരമായി കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ട് പെൻഷൻ വർദ്ധിപ്പിക്കുകയും ചികിത്സാ സഹായം കിട്ടുകയും ഓഫീസിന്റെ ക്രമീകരണം ഏതെങ്കിലും വാർത്താ ചാനലുകളിൽ കൊടുത്താൽ പോരാ, അല്ലെങ്കിൽ ഒരു കുറിപ്പിറക്കിയാൽ പോരാ, അതിന്റെ പ്രയോജനം ഉണ്ടായി എന്ന് EPF അംഗങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ തീർച്ചയായിട്ടും EPFന്റെ പിന്നെ ഗവൺമെന്റിന്റെയും EPFയുടെയും നിലപാടും അവരുടെ സമീപനത്തിലും ശക്തമായ പ്രതിഷേധം വ്യാപകമായി ഉണ്ടായിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ ഒരു രക്തസാക്ഷി കൂടി PF ഓഫീസിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ഇത്തരത്തിലുള്ള അവനാസ്ഥക്കെതിരെ ഒരാൾക്ക് കൊച്ചി ഓഫീസിന് മുന്നിൽ വിഷം കഴിച്ച് മരിക്കേണ്ടി വന്നു. തൃശൂർ പേരാമ്പ്ര സ്വദേശി ശിവരാമന്. ഈ പശ്ചാത്തലത്തിൽ സമരത്തെ എങ്ങനെ വ്യാപിപ്പിക്കും? എങ്ങനെ പ്രതിഷേധങ്ങൾ ഉണ്ടാകും? EPFന്റെ കമ്മിറ്റി ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് ആ തീരുമാനത്തെ അടിസ്ഥാനത്തിൽ ശക്തമായി കേന്ദ്ര ഗവൺമെന്റ് ഈ നയം തിരുത്താൻ വേണ്ടി, EPFന്റെ നയം തിരുത്താൻ വേണ്ടി, ഓഫീസിലെ അപാകതകൾ പരിഹരിക്കാൻ വേണ്ടി അടിയന്തരമായി ഞങ്ങൾ പറഞ്ഞു, EPFല് ഈ കാര്യങ്ങൾ ഫയൽ നീക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഞങ്ങൾ ആളെ തരാം, ഞങ്ങൾക്ക് 10 പൈസ ശമ്പളമൊന്നും വേണ്ട, വിദഗ്ധരായ തൊഴിലാളികൾ റിട്ടയർഡ് ആയവരുണ്ട്, അവരെ കൊടുക്കാന്ന് വരെ ഞങ്ങൾ അവിടെ EPFന്റെ പഴയ കമ്മീഷണർ മുമ്പാകെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണം, EPF ഇടപെടണം, ഇനിയൊരു രക്തസാക്ഷി ഉണ്ടാകാതിരിക്കാനുള്ള മുൻകൈ എടുക്കണം. ശക്തമായി EPF ഈ കാര്യത്തിൽ ഞങ്ങളുടെ ഒരു പൊതുവിഷയമായി നിങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഈ ശിവരാമന് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് നീതി ലഭ്യമാക്കാൻ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ? ആളുകളുടെ പ്രശ്നമാണ്, അത് ഉയർത്തിക്കൊണ്ടുവരും ചെയ്യും. അതിനുവേണ്ടി പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി പരമാവധി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ല നിലപാട് നമ്മൾ എടുക്കും. അടിയന്തരമായി ഈ അദ്ദേഹത്തിന്റെ ആ രക്തസാക്ഷിയുടെ വേർപാടിൽ ദുഃഖിതരായ കുടുംബത്തോട് നമ്മൾ ചേരുന്നു. ഇനി ഒരാൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിലപാട് നമ്മുടെ പ്രോവിഡന്റ് ഫണ്ട് പെൻഷൻസ് അസോസിയേഷൻ എടുക്കുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഞാൻ ഇതിന്റെ പ്രസിഡന്റ്, മുൻ MLA കൂടിയാണ്. ഇത് ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെയും അതുപോലെ ബാക്കിയുള്ള രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ നേതാക്കളും ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെടുത്തും. അവരെ മുഴുവൻ സപ്പോർട്ട് ചെയ്യണം. പാർലമെന്റിനകത്ത് MP-മാരോട് ഈ പ്രശ്നം ഉന്നയിക്കാൻ വേണ്ടി നേരത്തെ കത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒരു ആള് രക്തസാക്ഷിയായതിന്റെ വിവരം വെച്ചുകൊണ്ട് അവരെ കൂടി അറിയിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. തീർച്ചയായിട്ടും ഈ ചാനൽ ഇങ്ങനെ ഒരു ചർച്ച സംഘടിപ്പിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം സന്തോഷം വെച്ചാൽ പറഞ്ഞാൽ ഒരു മനുഷ്യന്റെ ജീവൻ പോയതല്ല, പക്ഷെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് എന്ന് ലോകം അറിയുന്നതിന് വേണ്ടി, ജനങ്ങൾ അറിയുന്നതിന് വേണ്ടി, ഉദ്യോഗസ്ഥർ അറിയുന്നതിന് വേണ്ടി, ഇന്ത്യ ഗവൺമെന്റ് കണ്ണു തുറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തമായ കൂട്ടായ പരിശ്രമത്തിനും പ്രവർത്തനത്തിനും നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായ പിന്തുണ ഉണ്ടാകണം എന്ന്. തീർച്ചയായും അത്തരത്തിൽ ന്യായമായ പ്രവർത്തികൾക്ക് കേരള വിഷൻ ന്യൂസ് എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും. തീർച്ചയായും AM യൂസഫ് ആണ് ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. എന്തായിരുന്നാലും കൊച്ചിയിലെ PF ഓഫീസിൽ വിഷം കഴിച്ച ഒരാൾക്ക് മരിക്കേണ്ടി വന്നു. തൃശൂർ പേരാമ്പ്ര സ്വദേശിയായ ശിവരാമനാണ് മരിച്ചത്.
ഇയാളുടെ PF ആനുകൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിനിടയിൽ നേരിട്ടേണ്ടി വന്ന അവഗണനയിൽ പ്രതിഷേധിച്ചായിരുന്നു ഇയാൾ വിഷം കഴിച്ചത്. അല്പം മുമ്പ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിൻ്റെ ജീവൻ നഷ്ടമാകുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇതിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് ഞങ്ങളുടെ പ്രതിനിധി AT അശ്വതി നൽകിയത്. ഈ വിഷയത്തിൽ കടുത്ത പ്രതിഷേധം കേന്ദ്ര സർക്കാരിൻ്റെയും PFൻ്റെയും ഈ അനാസ്ഥയ്ക്കെതിരെ കടുത്ത പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുമെന്നും ശിവരാമനും കുടുംബത്തിനും വേണ്ട നീതി ഉറപ്പാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്യുമെന്നുമാണ് AM യൂസഫ് മുൻ MLA പൊതുപ്രവർത്തകൻ നമ്മളോട് കേരള വിഷൻ ന്യൂസിനോട് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്.